ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വ്ളോഗ് അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങും പാടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ടോ ഇന്ന് ഞാൻ ഇട്ടത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനൊരാഴ്ച കേൾക്കണം കേട്ടോ ഇത്താൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ട്. ഇത്താൻ്റെ പാട്ട് ഇടുമ്പോഴുള്ളൂ എനിക്ക് കുറച്ച് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അല്ലാതെ നമ്മളെ കിച്ചണത്തെ കാര്യങ്ങളൊന്നും ഇട്ടാൽ വ്യൂസ് തീരെ കിട്ടുന്നില്ല. അപ്പം എനിക്ക് ആകെ മൂഡ് ഓഫ് ആയിക്കണം. പിന്നെ വ്ളോഗൊന്നും ഇടാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വാച്ച് ടൈമും പിന്നെ വ്യൂസും ഒക്കെ കുറഞ്ഞ് വരികയാണ് കേട്ടോ. അത് എന്താ കാരണം എനിക്ക് മനസ്സിലാണില്ല. ഞാൻ ആദ്യം 2 ദിവസം കൂടുമ്പോൾ തന്നെ ഞാൻ വീഡിയോ ഇടലുള്ളൂ. അങ്ങനെ എനിക്ക് ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ കഴിയണം ഞാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ് ഡെയിലി ഇടാൻ. ഇനി വെക്കേഷനും കാര്യമൊക്കെ വരികയല്ലേ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഡെയിലി ഇടാം. അപ്പം ഇന്ന് ഞാൻ ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. നമ്മളെ മലപ്പുറക്കാരൊക്കെ ഉണ്ടാക്കണ ഫുഡാണ് രാവിലെ. അപ്പോൾ അത് ഇടയ്ക്കേ ഉണ്ടാക്കലുള്ളൂ. അത് നാളികേരൊക്കെ ഇട്ട് ഉണ്ടാക്കണല്ലേ. അപ്പം ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നലത്തെ കുറച്ച് തലേന്നത്തെ ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ബീഫ് വേണ്ടായിരുന്നു. ഞാനും കാക്കും ബീഫ് കൂട്ടിങ്ങാണ്ടാണ് ഞങ്ങൾ നിന്നത്. മോൾക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ അരി അടുപ്പത്ത് ഇട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ അടുപ്പിലാണ് തീ കത്തിച്ചത്. കാരണം ഓട്ടോയുടെ ചുട്ടണമെങ്കിൽ എനിക്ക് സാധാ അടുപ്പിൽ തന്നെ ചൂടണം, അപ്പോൾ ശരിയായി കിട്ടുള്ളൂ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം. പിന്നെ സാധാ ചോറ് കുറച്ച് വെക്കണുള്ളൂ കേട്ടോ. എനിക്ക് കുറച്ച് നെയ്ച്ചോറ് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അരി ഇട്ടതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ബീഫ് വെച്ചിട്ട് വേണം അത് വെക്കാനെന്ന് കരുതി അതിങ്ങനെ ഞാൻ ബീഫ് വെച്ചിട്ടോ എന്നിട്ട് എന്ത് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അങ്ങനെ ബീഫും നെയ്ച്ചോറും റെഡി കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇത് കുറച്ച് മതി കേട്ടോ. അത് ഞാൻ കുറച്ചുണ്ടാക്കി എന്താ വെച്ചാൽ നമുക്ക് രാത്രിക്ക് വേറെ ഫുഡാണ്. ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ പുട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് രാത്രി ഉണ്ടാക്കട്ടോ. അപ്പം ഉച്ചക്ക് മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാട്ടോ. ഒരുങ്ങാണ്. ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ടാവും. നമുക്ക് അടുത്ത മാസം ഒരു കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. ഞങ്ങൾ സുട്ടുവിനാണ് കേട്ടോ ആദ്യം ഡ്രസ്സ് എടുക്കണേ. പിന്നെ അവൻ്റെ മുടി വെട്ടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഓൻ്റെ എടുത്തുങ്ങാണ്ട് ആക്കുമായിരുന്നു, നിങ്ങൾ എനിക്ക് നിങ്ങൾക്കില്ല ഡ്രസ്സ് തിരഞ്ഞോളൂ. അപ്പോൾ ഞാൻ മുടി വെട്ടിക്കാറുണ്ട്. ആദ്യം ഓനിക്കില്ലേ ഡ്രസ്സ് സെലക്ട് ചെയ്യണം. ഡ്രസ്സൊക്കെ എടുത്തു. ഷൂവ് നോക്കാണ് കേട്ടോ. പിന്നെ ഏതാ അറിയില്ല. ഞാൻ എരിച്ചായിട്ട് കൊടുക്കുമ്പോ
ഇന്നത്തെ വിഷയം കാര്യങ്ങള് നല്ല കളർ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇതിനെന്താ വിഷയം, ഇതിന്റെ പച്ചക്കറി തരാം, അത് നമ്മൾ പിടിക്കൂല. നല്ല നല്ല കളറുകൾ മെയിൻ കളർ മാത്രം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പാർട്ടി വേറെ കാണുമ്പോൾ അപ്പോഴാണ് ഇത് കാണിച്ചു തരാം. ഈ സാധനങ്ങൾ പാർട്ടിയോടൊന്നും ഇഷ്ടപ്പെട്ടൊക്കെ പറ്റും, മറ്റൊന്നും ഇഷ്ടപ്പെടും. അപ്പൊ മനസ്സിലായി ചോദിച്ചാൽ ആളുകൾ ആളുകളുടെ പറയാൻ മറ്റെടുത്തു ലൈനിങ് ഇറക്കണതേ. ഈ കളറോ ഇഷ്ടമായോ? ഈ സാധനം കുറെ പ്രിന്റ് മറ്റേ ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.